ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റ്സ് വിയർ മലയാളം. സോ നമ്മളിന്ന് എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ലെസണിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ 3 വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം, എന്നാലേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യനും ആക്ടിവിറ്റീസും ഒക്കെ ഈ ലെസണിലുണ്ട് കമ്പയറിങ് ടു ദ അതർ ലെസൺസ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ വില്ലേജേഴ്സ് disapproved of the mother when she was alive, but felt pity for her after her death. Why do you think their feelings changed? എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഈ വില്ലേജേഴ്സ് അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അവരെ ഡിസപ്രൂവ് ചെയ്തിരുന്നെങ്കിലും മരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര പിറ്റിയാണ്. എന്തായിരിക്കും ആ ഒരു ചേഞ്ചിന് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ദ വില്ലേജേഴ്സ് ഡിസ്ലൈക്ക് ദ മദർ because of her drunkenness, idleness and immoral behavior. After her death, however, they felt pity for her helpless children and the miserable condition of the family. Her death awakened their sympathy and compassion. സോ എന്താണ് ആൻസർ? അമ്മ മരിക്കുന്നതിന് മുന്നേ എല്ലാവർക്കും അവരോട് വെറുപ്പായിരുന്നു. കാരണം അവർ ഡ്രങ്കൻനെസ്, നല്ലോണം കുടിക്കുന്ന ഒരാളായിരുന്നു. ഐഡിൽനെസ്, വളരെ മടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ അവർ മരിച്ചതിന് ശേഷം ആ ഒരു ഫാമിലിയുടെ പത്തറ്റിക് ആയിട്ടുള്ള മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കാണുമ്പോൾ വില്ലേജേഴ്സിന് എന്ത് തോന്നുകയാണ്? അവരോട് പിറ്റി തോന്നുകയാണ്. ആൻഡ് അവർ വീട്ടിലുള്ള ചിൽഡ്രൻ, കുട്ടികളെ കാണുമ്പോൾ എന്താണ് ഈ വില്ലേജേഴ്സിന് പാവം തോന്നുകയാണ്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Mrs. Ellis offers to take Kate out of duty. Do you think we should help someone out of sense of duty? Why? ആ സ്റ്റോറിയിൽ മിസ്സസ് എല്ലിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സോ ആ വീട്ടിലെ വൺ ഓഫ് ദി ചിൽഡ്രൻ ആയിരുന്ന കേറ്റിനെ അവർ ഔട്ട് ഓഫ് ഡ്യൂട്ടിയാണ് കൊണ്ടുപോകുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ഔട്ട് ഓഫ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി വെൻ ദേ ആർ ഇൻ നീഡ്. ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നോട്ട് ഓൺലി എ റെസ്പോൺസിബിലിറ്റി but also a way of showing humanity and compassion. However, our help should ideally come from genuine concern and kindness rather than mere obligation. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ആൻസർ എഴുതാൻ പറ്റുക? തീർച്ചയായും നമ്മൾ ഔട്ട് ഓഫ് ഡ്യൂട്ടിയും എന്ത് ചെയ്യണം? ചിലരെയൊക്കെ സഹായിക്കണം. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്നതിനുപരി, നമ്മളുടെ ഒരു ഒബ്ലിഗേഷൻ, കടമ എന്നതിനുപരി ഒരാളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരോട് ഹ്യൂമാനിറ്റി കാണിക്കാം, മനുഷ്യത്വം കാണിച്ച് ഔട്ട് ഓഫ് ഡ്യൂട്ടിക്കും നമുക്കൊരാളെ സഹായിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ദ തേർഡ് ക്വസ്റ്റ്യൻ. എ മാൻ സേസ് ദാറ്റ് പുവർ ഹൗസ് വിൽ ബി ബ്ലെസ്ഡ് ചേഞ്ച് ഫോർ മാഗി. ഡു യു എഗ്രി? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസേഴ്സ്. സോ ഹൗ ടു റൈറ്റ് ദ ആൻസർ? ഐ ഡു നോട്ട് കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ദ മാൻ. Although the poor house could provide Maggie with food, cleanliness and medical care, she was a sick and helpless child who needed love, affection and personal care. A loving home would be much better for her than an institution. Joy Thompson's decision to take her home proves this. സോ എന്താണ്? ഒരു പുവർ ഹൗസിലേക്ക് നമ്മൾ മാഗീനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഫുഡ് കിട്ടും, ക്ലെൻലിനെസ് ഉണ്ടാവും, പക്ഷെ എന്താണ്? കെയർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജോയ് തോംസൻ്റെ തീരുമാനമാണ് ഏറ്റവും നല്ലത്. For a little while, the man stood with a puzzled air. Then he turned back and went into the hovel again. Why does the man hesitate and then decided to go back? What might have been his thoughts at that moment? The man is Joy Thompson. He hesitates because he is confused about what he should do with the helpless Maggie. He knows that taking her home may create difficulties, but his conscience doesn't allow him to abandon her. When he sees Maggie alone and frightened, his compassion overcomes with hesitation. He decides to return and help her. സോ എന്താണ് ആ ഒരു മാൻ, ക്വസ്റ്റ്യനിൽ പറയുന്ന മാൻ ജോയ് തോംസൺ ആണ്. എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നത്? എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് അബാൻഡൻ ചെയ്ത് പോകാനും പറ്റില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയ പ്രശ്നമാവുമെന്ന് പറയാം. സോ ഹി വാസ് തിങ്കിങ് ഓൾ ദിസ് അറ്റ് ദാറ്റ് ടൈം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. Maggie reacts with fear when Mrs. Thompson speaks sharply. What does this reaction reveal about Maggie's emotional state? How does it deepen your understanding that human needs to go far beyond mere physical care? Maggie's fearful reaction shows that
She is emotionally fragile and she has experienced neglect and insecurity. She is afraid of being rejected or hurt again. Though she needs food, shelter, and medical care, she also needs love, affection, security, and emotional support. Her reaction shows that caring for a person means meeting their emotional needs as well as their physical needs. സോ ക്വസ്റ്റ്യൻ എന്താണ്, എന്തുകൊണ്ടാണ് മിസ്സിസ് തോംസൺ ഷാർപ്പായിട്ട് സംസാരിച്ചപ്പോൾ മാഗി പെട്ടെന്ന് പേടിച്ചത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ അല്ലേ, മാഗിയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ബീങ് റിജക്റ്റഡ്. റിജക്ഷൻസ് കിട്ടുന്നത് വളരെയധികം പേടിയാണ്. കാരണം എല്ലാവരെയും കൊണ്ടുപോയി, സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഒക്കെ കൊണ്ടുപോയി, ആൻഡ് ഷീ ഈസ് അലോൺ. അപ്പം ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നും മാഗിക്ക് എന്ത് മനസ്സിലായി? അവരുടെ ഇമോഷണൽ നീഡും എന്താണ്, ആസ് വെൽ ആസ് ഫിസിക്കൽ നീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ഡ്രസ്സും ഫുഡും ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കെന്താണ്, കെയറും ലവും ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും വേണം എന്ന് മാഗി തിരിച്ചറിയാണ്. അതാണ് മാഗിയുടെ ആ ഒരു റിയാക്ഷൻ്റെ. When Mrs. Thompson first sees Maggie, she remains silent, but many emotions arise within her. Imagine what Mrs. Thompson might have been thinking at that moment. Write her inner thoughts, focusing more on her feelings than on actions. സോ ഫസ്റ്റ് ടൈം മിസ്സസ് തോംസൺ മാഗീനെ കണ്ടപ്പോൾ എന്തൊക്കെ ഇന്നർ തോട്ട്സ് ആണ് മിസ്സസ് തോംസൺ ഉണ്ടാവുക അല്ലേ? നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെയും കൊണ്ട് വന്നാൽ നമുക്കൊക്കെ പല ടൈപ്പ് തോട്ട്സ് ഉണ്ടാവും. സോ മിസ്സസ് തോംസൺ എന്തൊക്കെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ എഴുതാനാണ് പറയുന്നത്. Why has Joy brought this helpless child home? We already have enough worries and now he wants me to take care of her too. She looks so weak and sick. What are we going to do with her? I don't know whether I can manage this responsibility. Joy seems to have made up his mind, but I'm not sure that bringing Maggie into our house is the right thing to do. Perhaps we should think carefully before deciding what to do with her. സോ ഇങ്ങനെയായിരുന്നു മിസ്സസ് തോംസൻ്റെ ഇന്നർ തോട്ട്സ്. യു ക്യാൻ അഡ്ജസ്റ്റ് ദ ആൻസർ വിത്ത് യുവർ ഓൺ തോട്ട്സ്. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ആൻസർ വരിക. Joy goes to his shop, leaving Maggie alone with Mrs. Thompson. Do you think Joe deliberately leaves space for Mrs. Thompson to reflect? How can such moments of silence help us reconsider our perspectives? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? ജോയ് ഡെലിബറേറ്റ്ലി വേണമെന്ന് വെച്ച് അറിഞ്ഞുകൊണ്ടാണോ മിസ്സസ് തോംസണിനെയും മാഗീനെയും വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് ഷോപ്പിലേക്ക് പോയത്? ആണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്? നമുക്ക് നമ്മുടെ തോട്ട്സിനെ റീകൺസിഡർ ചെയ്യാനും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിനെ ഷിഫ്റ്റ് ചെയ്യാനും സൈലൻസിൽ കഴിയുമോ? അവർ രണ്ടുപേരുള്ള ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ ചേഞ്ചസ് വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹൗ ടു ആൻസർ? യെസ്, ജോ ഡെലിബറേറ്റ്ലി ലീവ്സ് മാഗി വിത്ത് മിസ്സസ് തോംസൺ because he sensed that his wife's attitude is beginning to change. He gives her time and space to think about Maggie without influencing her decision. Such moments of silence allow people to examine their feelings, overcome their prejudice, and understand situation from a different perspectives. In this case, Mrs. Thompson gradually develops affection and concern for Maggie. അപ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും ഡെലിബറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും ഒറ്റയ്ക്കാക്കി പോയത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ ഒന്നുകൂടെ എക്സാമിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്സസ് തോംസൺ ഡിസൈഡ് ടു കീപ് മാഗി ലോങ്ങർ ആൻഡ് ഷോസ് ഹർ ടെൻഡർ കെയർ. ഹൗ ഡസ് സ്പെൻഡിങ് ടൈം വിത്ത് മാഗി ഹെൽപ്പ് മിസ്സസ് തോംസൺ അണ്ടർസ്റ്റാൻഡ് ഹർ ബെറ്റർ? ക്യാൻ ടൈം ആൻഡ് അറ്റൻഷൻ ചേഞ്ച് അവർ ഫീലിങ്സ് ടുവേർഡ്സ് അതർ? ഷെയർ യുവർ വ്യൂസ്. Spending time with Maggie helped Mrs. Thompson understand her suffering, helplessness, and need for love. Her care gradually developed sympathy and affection for Maggie. The story shows that time, attention, and personal interaction can change our feelings and makes us more compassionate towards others. സോ എന്താണ് ആൻസർ വരിക? സമയം, നമ്മളൊരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം അനുസരിച്ച് നമുക്ക് അവരോടുള്ള പേഴ്സ്പെക്റ്റീവ്സ് മാറാം. നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവരോട് പേഴ്സണൽ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരാൾ നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്കറിയില്ല അയാൾ എങ്ങനത്തെ ആളാണെന്നല്ലേ. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ അറിയാനും അവരെ മനസ്സിലാക്കാനും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറാനും ഒക്കെ സാധ്യത കൂടുതൽ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. The story ends with the idea that Maggie brought light and blessing into the home. What positive changes do you notice in the Thompson household because of Maggie? What messages does the story convey?
Very easy question, right? How to answer? Maggie brings love, warmth, happiness, and a sense of purpose to the Thompson household. Mrs. Thompson becomes caring and affectionate, while the home becomes more lively and harmonious. The story conveys that small act of kindness and compassion can transform lives and bring happiness to others. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ആൻസർ എഴുതാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് സംതിങ് യു ക്യാൻ ചേഞ്ച്. പക്ഷെ എന്താണ് ആ സ്റ്റോറിയുടെ എന്താണ് ഒരു സാരം എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു റൈറ്റ് ഇറ്റ് ഇൻ ദിസ് വേ. Moving on to the third question. Maggie is initially rejected by the villagers but later accepted and loved by Thompson. How can we reinforce the spirit of kindness in our homes and communities? So, how to answer the question? We can reinforce kindness by helping people in need, avoiding discrimination, respecting everyone regardless of their abilities or social status, and encouraging empathy and compassion in our homes and communities. യെസ്, എങ്ങനെയാണ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുക കൈൻഡ്നെസ്? ബാക്കിയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം, അവരുടെ നീഡിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യാം, ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, റെസ്പെക്റ്റ് ചെയ്യാം, ആൻഡ് അവരുടെ എബിലിറ്റീസൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പല രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈൻഡ്നെസ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ an angel in disguise, a simple human choice leads to a life-changing moment. Write a few sentences on how such small acts of kindness can bring meaningful changes in our lives. Small act of kindness can have powerful impact on people's life. A simple act of helping someone in need can give them hope, dignity, and happiness. It can also transform the person who performs the act by making them more compassionate. Thus, kindness can create പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ കൈൻഡ്നെസ് എങ്ങനെയാണ് നമ്മളെ ഒരു ചെറിയ സ്മോൾ ആക്ട് പോലും നമുക്ക് എങ്ങനെയാണ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മളൊരാൾക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്താൽ പോലും എന്താണ് അതിന് ഭാവിയിൽ ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളാണല്ലോ ഈ സ്റ്റോറി. സോ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ എഴുതാം. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഫ്ലാഷ് ഫിക്ഷൻ? ഫ്ലാഷ് ഫിക്ഷൻ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫ്ലാഷ് ഫിക്ഷൻ represents an effort to create and define a relatively new genre of literature. It is a form of storytelling that conveys an idea, a moment, or an emotional experience in a limited number of words. It is also referred to as microfiction, blasters, or nanofiction to name just a few. Okay, it's very simple. എന്താണ് ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്നത്? ഒരു മൈക്രോ ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു നാനോ ഫിക്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മൊമെൻറ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഫ്ലാഷ് ഫിക്ഷൻ. അപ്പോൾ വളരെ കുറച്ച് സെൻറ്റൻസുകൾ ഉപയോഗിച്ച് നമ്മളൊരു സാധനം നറേറ്റ് ചെയ്യുക, ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുക. ലൈക്ക് ബിലോ 100 വേർഡ്സ്, 100 വേർഡ്സിൽ അല്ലെങ്കിൽ ബിലോ 200 വേർഡ്സ് നമ്മൾ ആ സംഭവിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ കട്ടായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുക എന്ന് പറയും അല്ലേ, അതുപോലെ സ്റ്റോറി സമ്മറൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഫ്ലാഷ് ഫിക്ഷൻ. സോ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ചൂസ് എ മൊമെൻറ്റ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റീറൈറ്റ് ഇൻ ദ മാനർ ഓഫ് ഫ്ലാഷ് ഫിക്ഷൻ. ഈ സ്റ്റോറിയിലെ ഏതെങ്കിലും ഒരു മൊമെൻറ്റ്, ഇപ്പോൾ നമുക്കൊരു സ്റ്റോറി മൊത്തം ഫ്ലാഷ് ഫിക്ഷനിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരു മൊമെൻറ്റ് എടുക്കുക. ഒന്നെങ്കിൽ ആ കുട്ടികളുടെ അമ്മ മരിച്ചു പോയ മൊമെൻറ്റ്, അല്ലെങ്കിൽ ജോയ് തോംസൺ മാഗിയെ കാണുന്ന മൊമെൻറ്റ്, അല്ലെങ്കിൽ മാഗിയും കൊണ്ട് ജോയ് തോംസൺ വീട്ടിലേക്ക് എൻ്റർ ആകുന്ന മൊമെൻറ്റ്. You can take any single moment and write it in 100 words. ചുരുങ്ങിയ വേർഡ്സിൽ അത് എക്സ്പ്രസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഫ്ലാഷ് ഫിക്ഷൻ. അത് എഴുതുമ്പോൾ തന്നെ എന്താ, നമ്മൾ റൈറ്റിങ്ങിന് അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. നമ്മുടെ ഇമാജിനേഷനെ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുമ്പോൾ ഇറ്റ് ഹാസ് മെനി ബെനിഫിറ്റ്സ്. സോ നമുക്ക് ഈ കഥയിലെ ഒരു ഇൻസ്റ്റൻറ്റ് എടുത്തിട്ട് അതൊരു ഫ്ലാഷ് ഫിക്ഷൻ ആക്കിയിട്ട് എഴുതി നോക്കാം. ജോ തോംസൺ carried the helpless Maggie home in his arms. His wife, Mrs. Thompson, looked at the sick child with surprise and concern. Maggie's frightened eyes silently pleaded for kindness. Joe gently placed her on the bed and explained that she had nowhere else to go. At first, Mrs. Thompson remained cold and uncertain, but later, as she looked at Maggie's weak face, her heart began to soften.
She fed the hungry child and cared for her tenderly. Slowly, Maggie brought warmth and love back into the lonely Thompson household. The helpless child had become an angel in disguise. സോ ഞാനിവിടെ എന്താണ് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ആൻസേഴ്സ് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എഴുതാം. ഇതിപ്പോൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു റൈറ്റ് ദിസ് മൊമെൻറ്റ്, യു ക്യാൻ റൈറ്റ് എനി അതർ മൊമെൻറ്റ് ഫ്രം ദ സ്റ്റോറി ഓൾസോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊമെൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ചുരുക്കി എഴുതാം. അപ്പം നമ്മുടെ കഥയുടെ ഒരു പകുതിയോളം കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ, പക്ഷെ അതെന്താണ് വളരെയധികം ചുരുക്കി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ അതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഫിക്ഷൻ അല്ലെങ്കിൽ നാനോ ഫിക്ഷൻ ഓർ മൈക്രോ ഫിക്ഷൻ എന്ന് പറയുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 2. നമ്മൾ ആക്ടിവിറ്റി 2 ആണ് നോക്കാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കേൾക്കുക. വാട്ട് ഇറ്റ് ഈസ് പാരഗ്രാഫ് റൈറ്റിംഗ്. പാരഗ്രാഫ് റൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളിതിന് മുന്നേയുള്ള എക്സാംസിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പാരഗ്രാഫ് റൈറ്റിംഗ് ഇസ് നോട്ട് എ ന്യൂ തിങ് ഫോർ യു. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ടാവില്ല. അതെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കിയാലോ. സോ ദർ ഈസ് എ പാരഗ്രാഫ്. ആദ്യം നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ദ പവർ ഓഫ് ദ പ്രസൻറ്റ്. It is essential to focus on the present moment in order to live a meaningful life. Many people waste time worrying about the future or regretting the past, forgetting what they can actually do today. The present is the only time in which we can truly act, and the people around us are the one who need our care the most. For example, if a traveler sees an injured person on the road and chooses to stop and help instead of walking away, that immediate act of kindness could save a life and build trust between strangers. This shows that doing the right thing at the right time can solve urgent problems and strengthen human connections. Therefore, learning to value the present and support others when it matters the most is true sign of living wisely. ഓക്കെ, സോ ഇറ്റ്സ് എ പാരഗ്രാഫ്, റൈറ്റ്? ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയുന്നത് മനസ്സിലായോ? വി ഷുഡ് വാല്യൂ ദ പ്രസൻറ്റ്. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. അപ്പോൾ അത് കുറേ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അക്കാഡമിക് ആയിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത് അല്ലേ? ഫോർമൽ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് പാരഗ്രാഫ് എഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡഡ് ഇൻ എ പാരഗ്രാഫ് റൈറ്റിംഗ് നോക്കിയാലോ. ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ വൺ മെയിൻ ഐഡിയ. അപ്പോൾ ഒരു പാരഗ്രാഫ് എന്താണ്, ഒരു ഐഡിയ ആയിരിക്കണം ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഒരുപാട് കാര്യങ്ങൾ വാരി വിളിച്ചിട്ട് ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയരുത്. സോ ഇൻ ദിസ് പാരഗ്രാഫ് എന്താണ്, പ്രസൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്ത് പാരഗ്രാഫ് എഴുതുമ്പോഴും അതിലൊരു മെയിൻ ഐഡിയ വേണം. യൂഷ്വലി ബിഗിൻസ് വിത്ത് എ ടോപ്പിക് സെൻറ്റൻസ്. ഒരു ടോപ്പിക് സെൻറ്റൻസ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിൻറ്റെയിൻസ് ക്ലാരിറ്റി, കൊഹറൻസ് ആൻഡ് യൂണിറ്റി. ക്ലാരിറ്റി വേണം, കൊഹറൻ്റ് ആയിരിക്കണം, വായിക്കുന്നവർക്ക് മനസ്സിലാവണം, അതിലൊരു യൂണിറ്റി വേണം. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറയണം അല്ലേ? അല്ലാതെ പല പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാത്ത രീതിയിലാവരുത് എഴുതി വെക്കുന്നത്. അലോസ് ലോജിക്കൽ ഫ്ലോ ബിറ്റ്വീൻ സെൻറ്റൻസസ്. ആൻഡ് ഈ എഴുതിയ സെൻറ്റൻസുകൾ തമ്മിലൊരു ലോജിക്കൽ ഫ്ലോ വേണം. ആദ്യം ഒരു കാര്യം പറഞ്ഞ് പിന്നെ അതിൻ്റെ റീസൺ പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാം. സോ ദർ ഷുഡ് ബി എ ലോജിക്കൽ ഓർഡർ. എൻഷുർ ദാറ്റ് എവറി സെൻറ്റൻസ് ഇസ് റെലവൻറ്റ് ടു ദ മെയിൻ ഐഡിയ. നമ്മുടെ മെയിൻ ഐഡിയ, ആ പാരഗ്രാഫിൻ്റെ ഐഡിയ ആയിട്ട് എല്ലാ സെൻറ്റൻസും കണക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത സെൻറ്റൻസുകൾ എഴുതി വെക്കരുത്. ആൻഡ് ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് എ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടോപ്പിക് സെൻറ്റൻസ് എന്നാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണത് എഴുതാൻ നോക്കിയാലോ. സോ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ഒരു മെയിൻ ഐഡിയ വേണം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടോപ്പിക് സെൻറ്റൻസിലായിരിക്കണം. സോ വാട്ട്സ് എ ടോപ്പിക് സെൻറ്റൻസ്? ടോപ്പിക് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പാരഗ്രാഫിലെ മെയിൻ ഐഡിയ എന്താണോ അതിനെപ്പറ്റി എഴുതുന്ന സെൻറ്റൻസാണ് ടോപ്പിക് സെൻറ്റൻസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് പറയണം. ആ ടോപ്പിക് എന്താണ് എന്ന് എഴുതുന്നതാണ് ടോപ്പിക് സെൻറ്റൻസ്. സോ വി ഷുഡ് സ്റ്റാർട്ട് ദ പാരഗ്രാഫ് ബൈ റൈറ്റിംഗ് ദ ടോപ്പിക് സെൻറ്റൻസ്. ഈ തന്ന പാരഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ടേബിളായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ കോപ്പി ദാറ്റ്. വാട്ട് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ്?
ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഇൻ ഓർഡർ ടു ലിവ് എ മീനിങ് ഫുൾ ലൈഫ്. അതാണ് നമ്മുടെ ടോപ്പിക് സെൻറ്റൻസ്. ആൻഡ് വാട്ട് ഈസ് ദ സപ്പോർട്ടിംഗ് സെൻറ്റൻസ്? Many people waste time worrying about the future or regretting the past, forgetting what they can actually do today. So what's a supporting sentence? നമ്മുടെ ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റ്, അതിനെ പറ്റിയിട്ട് വീണ്ടും നമ്മൾ ആർഗ്യുമെൻറ്റ് ചെയ്യുകയാണല്ലേ, അങ്ങനെ എഴുതുന്ന ഒരു സെൻറ്റൻസാണ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ്. സോ വി ക്യാൻ റൈറ്റ് 1 or 2 സപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ്. സോ തന്ന പാരഗ്രാഫിൽ ഒരു സപ്പോർട്ടിംഗ് സെൻറ്റൻസ് ആണത്. ആൻഡ് വാട്ട്സ് ദ സെക്കൻഡ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ്? The present is the only time in which we can truly act and the people around us are the one who needs our care the most. So അതാണ് നമ്മൾ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വി ക്യാൻ റൈറ്റ് എക്സാമ്പിൾസ്. നമ്മളൊരു പാരഗ്രാഫിൽ ടോപ്പിക് സെൻറ്റൻസ് പറഞ്ഞു, സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് കൊടുക്കാം. നമ്മൾ പറഞ്ഞത് ഉദാഹരണം കൊടുത്ത് നന്നാക്കി ഒന്നുകൂടെ വിശദീകരിച്ച് എഴുതാം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫോർ എക്സാമ്പിൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് നമുക്ക് എഴുതാം. ഇഫ് എ ട്രാവലർ സീസ് എൻ ഇൻജുവേർഡ് പേഴ്സൺ ഓൺ ദ റോഡ് ആൻഡ് ചൂസസ് ടു സ്റ്റോപ്പ് ആൻഡ് ഹെൽപ്പ് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് എവേ. അതാണ് അവിടുത്തെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഐഡൻറ്റിഫൈ അല്ലേ? ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ എന്താണ്? ഫോർ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് റീസൺ, എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് എഴുതാം. ഇമ്മീഡിയറ്റ് ആക്ട് ഓഫ് കൈൻഡ്നെസ് കുഡ് സേവ് എ ലൈഫ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സ്ട്രേഞ്ചേഴ്സ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ആ സെൻറ്റൻസ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണോ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കൺക്ലൂഡിങ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ദെയർഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഹെൻസ് എന്ന് പറഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അങ്ങനെ ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ചില ഫ്രേസസ് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ആ ഒരു പ്രസൻറ്റിനെ പറ്റിയിട്ടുള്ള പാരഗ്രാഫ് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ടോപ്പിക് സെൻറ്റൻസ് ഏതാണ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഏതാണ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ് എത്ര എണ്ണം ഉണ്ട്, അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ, റീസൺ കൊടുത്തിട്ടുണ്ടോ, കൺക്ലൂഡിങ് സെൻറ്റൻസ് അതിനകത്തുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഒരു പാരഗ്രാഫ് ഒറ്റയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. സോ നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ടു റൈറ്റ് എ പാരഗ്രാഫ്, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ടോപ്പിക് സെൻറ്റൻസ് കൊടുക്കണം. എന്തിനെ പറ്റിയിട്ടാണോ നമ്മളോട് എഴുതാൻ പറഞ്ഞത് അത് തന്നെ നമ്മളൊരു ഫസ്റ്റ് സെൻറ്റൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നേരെ മറിച്ച് ദ ടോപ്പിക് ഈസ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഒരു ഇൻട്രസ്റ്റിംഗ് വേയിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്. കണ്ടില്ലേ? അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് വേയിൽ വേണം നമ്മുടെ പാരഗ്രാഫ് തുടങ്ങാൻ. ആൻഡ് അതിൽ സപ്പോർട്ടിംഗ് സെൻറ്റൻസുകൾ വേണം, 1 or 2 വേണം. അതിനൊക്കെ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കണം. എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ? പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരഗ്രാഫ് റൈറ്റിംഗ് എഴുതാൻ പറയുമ്പോൾ ഒരു പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. നിങ്ങൾ ഇത് തന്നെ പല പല പാരഗ്രാഫിൽ എഴുതി വെക്കരുത്. ഒരൊറ്റ സിംഗിൾ പാരഗ്രാഫിൽ എഴുതേണ്ട കാര്യങ്ങളാണിതൊക്കെ. ഓക്കെ, അതെല്ലാം കൂടി ഒരു പാരഗ്രാഫ് ആക്കി അവസാനം ഹെൻസ്, ടു കൺക്ലൂഡ്, ദെയർഫോർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഷനും കൊടുക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ഈ പാരഗ്രാഫ് റൈറ്റിങ്ങിന് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ ജംബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് ഓർഡർ ആക്കാനാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ഈ സ്റ്റോറി അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ആൻസേഴ്സ് കൊടുക്കാം. യു ക്യാൻ ചെക്ക് ദ ആൻസേഴ്സ്. എങ്ങനെയൊക്കെയാണ് ഇത് വരിക നിങ്ങൾക്ക് നോക്കാം അല്ലേ? ഏതാണ് ഫസ്റ്റ് വരിക? ഫസ്റ്റ് വൺ ഏതാണ്? ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ഈസ് ബൈ T.S. ഓത്തർ അല്ലേ? റൈറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നതായിരിക്കും ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ്? ദ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി അല്ലേ? തേർഡ് വൺ ഏതാണ്? Joy's decision to take Maggie into his home is clear. Then the fourth one ഏതാണ്? The act is significant because it challenges അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫിഫ്ത്ത് വൺ, through the character of Joy Thompson, the writer shows how social responsibility can emerge. സിക്സ്ത് വൺ ഏതാണ്? The story also suggests that true humanity lies in the recognizing sufferings and responding with care. ദ ഫൈനൽ വൺ, ആദ്യത്താണ് ഏറ്റവും ഫൈനൽ വൺ അല്ലേ? നിങ്ങളിത് ആദ്യം ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് പെൻസിൽ കൊണ്ട് എഴുതി നോക്കുക. എന്നിട്ടത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ദ ആക്ടിവിറ്റി ഈസ് വെരി സിമ്പിൾ. നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റി ഇതാണല്ലേ? ഓൾറെഡി നമ്മളിത് ഓർഡർ ആക്കി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ ഒരു പാരഗ്രാഫ് പോലെ എഴുതുക.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ബോക്സിൽ തന്നിട്ടുള്ള വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, ആ വേർഡ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് വേണം ആ സെൻറ്റൻസുകൾ എഴുതാൻ. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ദിസ് ആൻഡ് റൈറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും വേർഡ്സിന് പകരം വേറെ ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പം നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഐ വിൽ റീഡ് ദിസ്. An Angel in Disguise by T.S. Author. ഹൈലൈറ്റ്സ് അല്ലേ, അവിടെ കൊടുത്ത വേർഡ് എന്താണ്, ഹൈലൈറ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് ആ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ വേർഡ് ഓർത്ത് വെച്ചിട്ട് പല സ്ഥലത്തും ഉപയോഗിക്കാം അല്ലേ. നിങ്ങൾക്ക് എക്സാംസിനൊക്കെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ തുടങ്ങാം. ആൻഡ് ദി സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി ആൻഡ് സോഷ്യൽ അപ്പത്തി ഇൻ വിച്ച് അല്ലേ, നമ്മളെന്താണ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് മുന്നേ ഇൻ വിച്ച് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ കൊടുത്തിട്ടാണ് എഴുതുന്നത്. And what is the next sentence? This act is significant because it challenges convention and underscores the power of conscience instead of അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, therefore an angel in disguise is effectively conveys the ideas that human choices. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണ്, ഹൈലൈറ്റ്സ്, ഇൻ വിച്ച്, ഇൻസ്റ്റെഡ് ഓഫ്, therefore. ഇതിനി നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റിംഗ് ഹൗ അല്ലേ, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് പകരം ഇല്ലുസ്ട്രേറ്റിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് എഴുതാൻ വേറെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഴുതി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന് താഴെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ട് ശരിയായ ഓപ്ഷൻ ബബിൾ ചെയ്യാം അല്ലേ. നമുക്ക് എല്ലാവർക്കും MCQ എങ്ങനെയാണ് ചെയ്യാമെന്നറിയാം അല്ലേ. നമ്മൾ OMR ഷീറ്റിലൊക്കെ ചിലപ്പോൾ എക്സാംസ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ABCD എന്ന് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിലേതാണോ ശരി അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വട്ടം ബബിൾ ചെയ്യുകയാണ് ചെയ്യുക. സോ ആദ്യം നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ജോ തോംസൺ ദ വീൽ റൈറ്റ് took Maggie up in his arm and carried her home. The villagers wondered why he had chosen Maggie, who was crippled and helpless, instead of one of her siblings who could walk and work. Their reaction reflected the practical approach that measured value by utility. Joe, however, remained unaffected by public opinion and followed the quiet voice of his conscience. His action was guided by empathy rather than by social expectations or his own profit. Joe felt a sense of responsibility for the child, and his wife also accepted her with kindness and care. The compassion changed Maggie's life and brought warmth into the Thompsons household. നമുക്കറിയാവുന്ന കഥയാണല്ലേ ഇത്, കാര്യങ്ങളൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് അറിയാം. സോ ഇതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. What does the villagers' choice reveal about their understanding of human worth? 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഷേപ്ഡ് മെയിൻലി ബൈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ വാല്യൂസ് വൺ അപ്ഹോൾഡ്സ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽ ഗെയിൻ, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കറക്റ്റ്. സി ആണ് കറക്റ്റ്. സോ യു ക്യാൻ എന്ത് ചെയ്യാം, ബബിൾ ദ ഓപ്ഷൻ സി. Second question. What is the phrase, the quiet voice of his conscience, suggests about Joy's action? Aimed at winning the heart of the villagers, the result of moral conviction, motivated by fear of criticism, influenced by his wife's opinion. Which is the right one? The result of moral conviction. അല്ലേ, അതുകൊണ്ടാണ് ജോയ് തോംസൺ എന്ത് ചെയ്യുന്നത്, മാഗീനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. Okay, the third question. The central theme of the passage is the dominance of utilitarian values in shaping social attitudes towards human worth. The conflict between social expectations and individual conscience in responding to human suffering. C എന്താണ്, the transformative power of compassion and moral responsibility in redefining human relationships and dignity. D, the role of family supports in creating a caring and harmonious household environment. Which is the right one? B അല്ലേ, B ആണ് റൈറ്റ് വൺ. സോ യു ക്യാൻ ബബിൾ B. The fourth question. What is Joy Thompson's most enduring trait? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എംപതി, ഹ്യൂമാനിറ്റി, ടാക്ട്, നൺ ഓഫ് ദിസ് എബോവ്.
എമ്പത്തിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ഹ്യൂമാനിറ്റി ഇല്ലേന്ന്. യെസ്, ഓഫ് കോഴ്സ് ഹ്യൂമാനിറ്റി ഉണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ എമ്പതി എന്ന് വെച്ചാൽ എന്താണ്, വേറെ ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അല്ലേ. സിമ്പതി എന്ന് പറയുമ്പം നമുക്ക് ഒരാളോട് തോന്നുന്ന സിമ്പതിയുള്ളൊരു സാധനം അല്ലേ, അയ്യോ പാവം എന്ന് തോന്നുന്നതാണെങ്കിൽ എമ്പതി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളാണ് അയാളുടെ സിറ്റുവേഷനിൽ എന്ന് നമുക്ക് തോന്നുക. അത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അതാണ് എമ്പതി. സോ സിമ്പതിയേക്കാളും വലുത് എന്താണ്, എമ്പതിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ജോയ് തോംസൺ എന്താണ്, മാഗിയുടെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് മാഗീനെ കൊണ്ടുവന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിലും എമ്പതി ഈസ് ദ വൺ ദാറ്റ് ഹീസ് ഹാവിങ് മോർ. അതാണ് ഒരു എൻഡ്യൂറിങ് ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ടേക്കിംഗ് മാഗി ഇൻ ടു ഹിസ് ഹോം ബ്രിങ്സ് വാംത്ത് ആൻഡ് പർപ്പസ് ടു ജോയ്സ് ഹൗസ് ഹോൾഡ് ബിക്കോസ് it earns the admiration of the villagers. It serves as an example of false kindness. It makes their home a place of burden. It reflects a compassionate response to human sufferings. D ആണല്ലേ കറക്റ്റ് ആൻസർ. എന്താണ്, ഇറ്റ് റിഫ്ലക്റ്റ് എ കമ്പാഷനേറ്റ് റെസ്പോൺസ് ടു ഹ്യൂമൻ സഫറിങ്സ്. അതുകൊണ്ടാണ് മാഗി എന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഒരു വാംത്തൊക്കെ കൊണ്ടുവരുന്നതും. മാഗി ഈസ് എ ചൈൽഡ് ഹു റിക്വയർസ് കോൺസ്റ്റൻറ്റ് കെയർ ആൻഡ് അറ്റൻഷൻ. Therefore, എന്താണ്, she should be shielded from all discomfort and household chores. No, household chores ഒന്നും ഡിസ്കംഫോർട്ട് ഒന്നും ഒക്കെ ഷീൽഡ് ചെയ്യാണ് വേണ്ടത്, അല്ല. Her needs should be prioritized above those of others. No, she should be empowered to take on the responsibilities she can shoulder. Yes, she must depend entirely on others. No, എല്ലാത്തിലും ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്യണം, എംപവർ ചെയ്യാണ് വേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി. നൗ വി ആർ മൂവിങ് ഓൺ ടു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. അസേർഷൻ റീസൺസ് എന്താ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. മേ ബി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്താണ്, എ ഈസ് റൈറ്റ്, ബി ഈസ് റൈറ്റ് ആൻഡ് എ ഈസ് ദ റീസൺ ഫോർ ബി. A is incorrect, B is correct and A is not reason for the B. വളരെയധികം കൺഫ്യൂഷൻ തോന്നുന്നൊരു സാധനമാണ് അല്ലേ. നമ്മൾ കറക്റ്റായിട്ടത് വായിക്കുകയാണെങ്കിൽ ഈ അസേർഷനും റീസണും വളരെ എളുപ്പമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ആ ഒരു എന്താണ് ഐഡിയ എന്ന് നമുക്കുണ്ടെങ്കിൽ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അസേർഷനിലും റീസണിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ടു ടെസ്റ്റ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്. An assertion is a statement of fact or idea. Reason explains the assertion. So assertion reason എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ ബബിൾ ചെയ്ത പോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണിതും. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നും എഴുതാനില്ല, ജസ്റ്റ് ചൂസ് ചെയ്താൽ മാത്രം മതി ഏതാ ശരി ഏതാ തെറ്റെന്ന്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം അസേർഷൻ റീസണിന് ആൻസർ ചെയ്യാൻ. ആൻഡ് അസേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റ് ആണ്, ഒരു ഐഡിയ ആണ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് ആ ഒരു അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമാണ് റീസൺ. ഓക്കെ, അതാണ് അസേർഷൻ റീസൺ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. സോ 7 to 10 ഉള്ള ക്വസ്റ്റ്യൻസ് അസേർഷനും റീസണും ആണ്. അപ്പോൾ അതിലെ ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ എക്സ്പ്ലെയിൻസ് ദ അസേർഷൻ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അസേർഷൻ ആൻഡ് റീസൺ ആൻഡ് ട്രൂ ബട്ട് റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ അസേർഷൻ. ആ ഒരു റീസൺ ശരിയല്ല. സി എന്താണ്, അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. ആൻഡ് ഡി എന്താണ്, അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. നല്ല കൺഫ്യൂഷൻ ആവുന്നുണ്ടാവില്ല ഇതെല്ലാം കൂടെ കേട്ടിട്ട്. ഒന്നുമില്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാനൊരു ടേബിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, കറക്റ്റായിട്ട് മനസ്സിലാവും. സോ നമുക്ക് ഇവിടെ ഒരു അസേർഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ്, ദ വില്ലേജേഴ്സ് റിയാക്ഷൻ റിഫ്ലക്റ്റ് എ നേരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ വർത്ത്. ഈ വില്ലേജേഴ്സിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ വർത്തിനെ പറ്റിയിട്ടുള്ള ഒരു നേരോ അണ്ടർസ്റ്റാൻഡിങ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതാണ് അസേർഷൻ. അതിൻ്റെ റീസൺ എന്താണ്, ദേ ജഡ്ജ് മാഗീസ് വാല്യൂ മെയിൻലി ബൈ ഹെർ ഫിസിക്കൽ എബിലിറ്റി ടു വർക്ക്. എന്താണ്, ആ വില്ലേജേഴ്സ് എല്ലാവരും മാഗീനെ ജഡ്ജ് ചെയ്യുന്നത് എന്താണ്, അവളുടെ ഫിസിക്കൽ എബിലിറ്റി ഓഫ് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നോക്കിയിട്ടാണ്. നമുക്ക് ഫിസിക്കൽ എബിലിറ്റീസ് ഇല്ല അല്ലേ, വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവളെ എന്ത് ചെയ്യുന്നത്, വേർത്തായിട്ട് കാണാത്തത്. സോ എയും ബിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നറിയോ.
നിങ്ങളതിന് ഈ രണ്ട് അസേഷനും റീസണും ഇടയ്ക്ക് ഒരു ബിക്കോസ് ഇട്ട് നോക്കുക, കാരണം ഇട്ട് നോക്കുക. ദ വില്ലേജസ് റിയാക്ഷൻ റിഫ്ലക്റ്റ് എ നേരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ വർത്ത് ബിക്കോസ് ദേ ജഡ്ജ് മാഗീസ് വാല്യൂ മെയിൻലി ബൈ ഹെർ ഫിസിക്കൽ എബിലിറ്റി ടു വർക്ക്. കറക്റ്റാണ് അല്ലേ? ഈ വില്ലേജേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഹ്യൂമൻ വർത്തിനെ എന്ത് ചെയ്യാണ്? നാരോ ഡൗൺ ചെയ്യുകയാണ് അല്ലേ? വളരെ ചെറുതായിട്ട് കാണുകയാണ്. എങ്ങനെ? അതിനൊരു ഉദാഹരണമാണ് മാഗിയെ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ വർക്ക് ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിക്കോസ് ഇടുമ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആവുന്നുണ്ട്. സോ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ടും ശരിയാണ്. ആർ എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇല്ലേ? കാരണം എന്താണ്? അത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. രണ്ടും ഒരേ കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ എ എന്ന് പറയുന്നത് എന്താണ്? ആറ് എന്ന് പറയുന്നതിൻ്റെ, ഈ റീസൺ എന്ന് പറയുന്നതിൻ്റെ തന്നെ കണക്ഷൻ നമുക്ക് എയിൽ കാണാൻ പറ്റും. സോ ബോത്ത് ആർ കണക്റ്റഡ്. നമ്മളൊരു ബിക്കോസ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താണ് ആൻസർ? എ ആണ് അല്ലേ? ഞാനിവിടെ റൈറ്റ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ സെക്കൻഡ് വൺ, ജോ തോംസൺസ് ആക്ഷൻ ലീഡ്സ് ടു പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ഹിസ് ഹൗസ് ഹോൾഡ്. ജോയ് തോംസൺ ചെയ്ത ഒരു പ്രവർത്തനം, ഒരു ആക്ഷൻ കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോസിറ്റീവ് ചേഞ്ചസ് വന്നു. അതാണ് സെൻറ്റൻസ്. അതിൻ്റെ റീസൺ എന്താണ്? ദ വില്ലേജേഴ്സ് ഓപ്പൺലി അഡ്മയർ ജോയ്സ് ആക്ഷൻ ആൻഡ് പ്രൈസ് ഹിസ് മോറൽ കൺവിക്ഷൻ. വില്ലേജേഴ്സ് എല്ലാവരും ഓപ്പണായിട്ട് തന്നെ, തുറന്നു തന്നെ ജോയിയുടെ ആക്ഷനെ പ്രൈസ് ചെയ്തു, അഭിനന്ദിച്ചു. ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ മോറൽ കൺവിക്ഷനെയും എന്ത് ചെയ്യാണ്? അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടാണോ ജോയ് തോംസൻ്റെ വീട്ടിൽ പോസിറ്റീവ് ചേഞ്ചസ് വന്നത്? ഈ നാട്ടുകാരിങ്ങനെ അഭിനന്ദിക്കുന്നതുകൊണ്ട് വീട്ടിൽ പോസിറ്റീവ് ചേഞ്ചസ് വരുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്? എ ഈസ് ട്രൂ. ഫസ്റ്റ് സെൻറ്റൻസ് ട്രൂ ആണ്. ബട്ട് ആർ ഈസ് ഫാൾസ്. അതിൻ്റെ റീസൺ എന്താണ്? തെറ്റാണ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചേഞ്ചസ് വന്നത്? മാഗി അങ്ങോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ എന്താണ്? ആറ് തെറ്റാണ്. ആൻഡ് ദ ആൻസർ ഈസ് സി. വാട്ട് ഈസ് ദ തേർഡ് വൺ? ജോയ് തോംസൺ ഡസ് നോട്ട് കൺഫോം ടു സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്. മിസ്സസ് തോംസൺ ക്വസ്റ്റ്യൻസ് ദ നീഡ് ഫോർ ബ്രിങ്ങിങ് മാഗി ടു ദെയർ ഹോം. അസേർഷൻ, അവിടെ തന്ന സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ എന്താണ്? ജോയ് തോംസൺ ഡസ് നോട്ട് കൺഫോം ടു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ. സൊസൈറ്റി വിചാരിക്കുന്ന പോലെയല്ല ജോയ് തോംസൺ പ്രവർത്തിക്കുന്നത് അല്ലേ? കൺഫോംസ് എന്ന് പറയുന്നത് എന്താ? അനുസരിക്കുക അല്ലേ? അപ്പോൾ ജോയ് തോംസൺ ഒരിക്കലും സോഷ്യൽ എക്സ്പെക്റ്റേഷന് അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരാൾ ആയിരുന്നില്ല. അത് കറക്റ്റാണോ? അത് കറക്റ്റാണ് അല്ലേ? കാരണം എന്താണ്? വേറെ ഒരാളാണെങ്കിൽ മാഗിയെ ഒരിക്കലും അവിടെ നിന്ന് കൊണ്ടുപോയില്ല. സോഷ്യൽ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഫിസിക്കലി വർക്ക് ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്ത ഒരാളെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നാണല്ലോ സൊസൈറ്റി നമുക്ക് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ വില്ലേജസ് എല്ലാവരും മാഗിയെ മാത്രം ഡംപ് ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ടുവന്നത്. സോ ദ അസേർഷൻ ഈസ് റൈറ്റ് അല്ലേ? കറക്റ്റാണ്. ആൻഡ് അവിടെ കൊടുത്ത റീസൺ എന്താണ്? മിസ്സസ് തോംസൺ ക്വസ്റ്റ്യൻസ് ദ നീഡ് ഫോർ ബ്രിങ്ങിങ് മാഗി ടു ദെയർ ഹോം. അപ്പോൾ മിസ്സസ് തോംസൺ മാഗിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ആവശ്യകതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുകൊണ്ടാണോ ജോയ് തോംസൺ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് കൺഫേം ചെയ്യാത്തത്? ഒരിക്കലും അല്ല അല്ലേ? പക്ഷെ എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ കഥ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എന്തിനാണ് ഈ വയ്യാത്ത കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എയും ആറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇവിടെ നമ്മൾ ബിക്കോസ് ഇട്ട് നോക്കുമ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആവുന്നുണ്ടോ? നിങ്ങളൊന്ന് ബിക്കോസ് ഇട്ട് ഇത് വായിച്ച് നോക്കൂ. ജോയ് തോംസൺ ഡസൻ കൺഫേം ടു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ബിക്കോസ് മിസ്സസ് തോംസൺ ക്വസ്റ്റ്യൻസ്. ഇല്ല അല്ലേ? ലോജിക്കലി കറക്റ്റ് അല്ല. സോ എന്താണ് അവിടുത്തെ ആൻസർ വരിക? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ടും ശരിയാണ്. പക്ഷേ ആർ എന്ത് ചെയ്യുന്നില്ല? എ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആർ അവിടെ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കുന്നില്ല. സോ ദ ആൻസർ ഈസ് ബി. ദ ഫൈനൽ വൺ, ജോയ് തോംസൺസ് ആക്ഷൻ ഈസ് മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ഫോർ പബ്ലിക് റെക്കഗ്നീഷൻ. പബ്ലിക്കിൻ്റെ റെക്കഗ്നീഷൻ കിട്ടാൻ അല്ലേ? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോയ് തോംസൺ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്തത്. അതിന് പിന്നിലുള്ള മോട്ടിവേഷൻ പബ്ലിക്കിൽ നിന്നും റെക്കഗ്നീഷൻ കിട്ടാനാണ്. ആണോ? ഈ കഥ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? അത് തന്നെ തെറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ ഈസ് ഫാൾസ്. ആൻഡ് ഹിസ് ചോയ്സ് ഈസ് ഗൈഡഡ് ബൈ എംപതി ആൻഡ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അയാളുടെ ആ ഒരു ചോയ്സ്, അതിനുള്ള ആ ഒരു അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എംപതിയും സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുമാണ്. അത് ശരിയാണ് അല്ലേ? എന്തുകൊണ്ടാണ് മാഗിയെ കൊണ്ടുപോയത്? അയാൾ എംപതിയുള്ള ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സോ എ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. അപ്പോൾ അത് ഏതാണ് ഓപ്ഷൻ? ഡി ആണ് അല്ലേ? സോ യു ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് ഡി.
ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഈ അസേർഷനും റീസണും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ പറ്റുന്നത്ര രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടുതലൊന്നും കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് തന്ന ആ ഒരു അസേർഷനും അവിടെ തന്ന റീസണും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ബന്ധമുണ്ടെങ്കിൽ എന്താണ്, എ ഈസ് ട്രൂ, ആർ ഈസ് ട്രൂ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് എന്ന് പറയാം. ബന്ധമില്ലെങ്കിൽ അത് ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. തെറ്റാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കത് വൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ദ നെക്സ്റ്റ് വൺ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അടുത്തത്. ഈ പ്രോംപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? കാരണം നിങ്ങളെല്ലാവരും ഡെയിലി ChatGPTയിലും ജെമിനിയിലൊക്കെ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുന്നതും ഓരോ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് അല്ലേ? ഇപ്പോൾ ഓണമായ സമയത്ത് തന്നെ നമ്മൾ സെറ്റ് സാരി ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നല്ല അടിപൊളി സെറ്റ് സാരി ഇട്ട ഫോട്ടോ കിട്ടും. നിങ്ങൾക്ക് എന്താണ്, മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടും അല്ലേ? നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ടാണ് കൊടുക്കാറ്. ആൻഡ് വളരെയധികം അക്യുറേറ്റ് ആയിട്ടും ചില സമയത്ത് വളരെയധികം കോമഡി ആയിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ റിസൾട്ട് AI വെച്ച് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണാമല്ലേ, കമൻറ്റ് ഫോർ പ്രോംപ്റ്റ്, DM ഫോർ പ്രോംപ്റ്റ്. ഇങ്ങനത്തെ ഫിൽറ്റർ വേണോ, നിങ്ങൾ എന്ത് ചെയ്യുക, DM ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് പ്രോംപ്റ്റ് അയച്ചു തരാം. അത് നമ്മൾ ആ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യും, ജെമിനിയിലിടും, ChatGPTയിലിടും, ഏതെങ്കിലും ഒരു AI ടൂളിലിടും, നമ്മൾ എഡിറ്റ് ചെയ്യും അല്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഓർ ഇൻസ്ട്രക്ഷനാണ്. നമുക്ക് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ് ഒരു സാധനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ്, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ പെറ്റ്. അതൊരു പ്രോംപ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇൻസ്ട്രക്ട് ചെയ്യാണ് അല്ലേ? ഈവൻ അതും ഒരു പ്രോംപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചാണ് എനിക്ക് ആൻസർ തരിക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ഇമേജ് കാണാം. ആൻഡ് ഈ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ജോയ് തോംസൺ കയ്യിൽ മാഗി, വീട്ടിലേക്ക് ചെല്ലുന്നു, ഉമ്മറത്തത ഞെട്ടി നിൽക്കുന്നു മിസ്സസ് തോംസൺ. സോ ഇത് ഏത് ഭാഗമാണെന്ന് നമുക്കറിയാം സ്റ്റോറിയിലെ. അപ്പോൾ ഇത് നമ്മൾ വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു ഇമേജാണ്, ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്. ആ കൊടുത്ത പ്രോംപ്റ്റാണ് ആ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഞാൻ ആ പ്രോംപ്റ്റ് ഒന്ന് വായിക്കാം. A 19th century English rural landscape with a weathered wooden house on a slightly windy, sultry evening. A kind man is carrying a weak young girl in his arm as he approaches the house. The girl has shabby, unkempt hair and appears physically and mentally exhausted. A soft, gentle glow surrounds both the man and the girl, suggesting compassion and quiet grace. At the doorway, Mrs. Thompson, wearing a simple apron, stands watching them with anguish and astonishment. The background shows a rustic landscape with muted earthy tones and subtle movement in the air. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും നല്ല പ്രോംപ്റ്റ് ഒന്നും നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ കൊടുത്താലും ഇതേ സാധനം നമുക്ക് കിട്ടും. നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ആദ്യം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു 19th century ഇംഗ്ലീഷ് റൂറൽ ലാൻഡ്സ്കേപ്പാണിത്. കേരളത്തിലാണോ ഈ കഥ നടക്കുന്നത്? അല്ല. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം. കുറേ തെങ്ങ്, ഒരു നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലത്തെ പച്ചപ്പ്, ഒരു നദി, പുഴ. കേരള സെറ്റപ്പ് അല്ല. ഇതാണ് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത് അല്ലേ? നമുക്ക് സ്റ്റോറി അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിലാണ് നടക്കുന്നതെന്ന് പ്രോംപ്റ്റ് കൊടുക്കണം. ഒരു റൂറൽ ഏരിയ ആണ് അല്ലേ, ഒരു ഗ്രാമപ്രദേശമാണ്. കാരണം എന്താ, വില്ലേജിലാണ് നടക്കുന്നത്, നമുക്ക് കഥ അറിയാം. പിന്നെന്താണ്, ഇവർ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണോ? അല്ല. ഹീസ് എ വീൽ റൈറ്റ്, ആ ജോലിയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ആ വീട് എങ്ങനെയാണ്, വുഡൻ ഹൗസാണ്, അത് കൊടുത്തു. പിന്നെ വളരെ കമ്പാഷനേറ്റഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു ഗോൾഡൻ ഒരു വലയം കണ്ടു അല്ലേ? അത് നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊടുത്തതാണ്. എന്താണ്, ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ സാധനം കൊടുക്കുന്നു. ആൻഡ് ദിസ് ഗേൾ ഈസ് വെരി വീക്ക്. ഫോട്ടോ നമുക്ക് തന്ന ഫോട്ടോ തന്നെ കാണാം അല്ലേ? വീക്കായിട്ടുള്ളൊരു ലേഡി അല്ലെ, ഒരു ബേബി ഗേളാണ് കയ്യിലുള്ളത്. ആൻഡ് ദർ ഇസ് എ ലേഡി, ദാറ്റ് ഈസ് മിസ്സസ് തോംസൺ. അവർ ഞെട്ടി നിൽക്കുകയാണ് അല്ലേ? അയ്യോ, വായൊക്കെ തുറന്ന ആക്ഷൻ കണ്ടോ? അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോംപ്റ്റിൽ പറയണം. ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആണ് ജോയ് തോംസൺ എന്ന് പറയണം, വീക്കാണ് മാഗി എന്ന് പറയണം, ഞെട്ടി നിൽക്കുകയാണ് മിസ്സസ് തോംസൺ എന്ന് പറയണം. ഒരു റസ്റ്റിക് അല്ലേ, ഒരു പഴയ 19th century ഫീൽ, ഒരു വിൻറ്റേജ് ഫീലാണ് നമുക്ക് ഫോട്ടോയിൽ വേണ്ടത് എന്ന് നമ്മൾ പറയണം.
ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ ഫോണുണ്ട് അല്ലേ? സോ നിങ്ങൾക്ക് ഈ കഥയിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടേതായ രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഉണ്ടാക്കാം. നല്ല രസമായിരിക്കും കാണാൻ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്തൊന്ന് എഴുതണം. സോ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് അത് വെച്ച് ഫോട്ടോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. സോ ഒരു ഓൾ കഥ വേണമെങ്കിൽ നമുക്ക് പല പല ഫോട്ടോസായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇനി ഈ സ്റ്റോറിയിൽ എന്ത് പ്രോംപ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ഒന്ന് ചിന്തിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടൈം പീരീഡ് നമുക്കറിയാം 19th സെഞ്ച്വറിയിലാണ്. 2026 ഇത് നടക്കുന്നത് അല്ല, 19ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. സോ 19th സെഞ്ച്വറി. സെറ്റിംഗ് നമ്മൾ പറഞ്ഞു, റൂറൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്, സ്ലൈറ്ററി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്, വെതേർഡ് ആയിട്ടുള്ളൊരു വുഡൻ ഹൗസ് അല്ലേ, പൊട്ടിപ്പൊളിയാറായ ഒരു പഴയ മരത്തിൻ്റെ ഹൗസാണുള്ളത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജോയ് തോംസൺ, മാഗി, മിസ്സസ് തോംസൺ. അപ്പിയറൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളത് പറയണം. മാഗി എന്താണ്? ഷാബിയാണ്, വീക്കാണ്, മുടിയൊക്കെ അൺകെംപ്റ്റാണ്, ഫിസിക്കലി ആൻഡ് മെൻ്റലി എക്സോസ്റ്റഡ്, ക്ഷീണിച്ച് വളരെയധികം വിതേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആൻഡ് ജോയ് തോംസൺ സ്ട്രോങ് ആണ്, ക്യാരി ചെയ്യുന്നുണ്ട്. മിസ്സസ് തോംസൺ ഒരു ഏപ്രൺ മാത്രം, ഒരു സിമ്പിൾ ഏപ്രൺ ആണ് ഇടുന്നത് അല്ലേ? ആ ഫോട്ടോയിൽ നമുക്ക് കാണാം. നമ്മൾ നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മിസ്സസ് തോംസൺ ഒരു പട്ടുസാരി കൊടുത്ത് വരും. അങ്ങനെ നമ്മൾ കൊടുക്കരുത് അല്ലേ? ഇംഗ്ലണ്ടിലെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ വീട്ടിലെ ഒരു ഏപ്രൺ ആണ് ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. ആൻഡ് ഇമോഷൻ എന്താണ്? കമ്പാഷൻ ഉണ്ട്, കൺസേൺ ഉണ്ട്, ഹോപ്പ് ഉണ്ട്, അതൊക്കെ അവർ ഫോട്ടോയിലുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ഇഫക്റ്റുകൾ, നമുക്ക് എന്തെങ്കിലും ഫിൽറ്റർ എഫക്റ്റുകൾ വേണമെങ്കിൽ ജെൻറ്റിൽ ഗ്ലോ, നമുക്ക് ഈസ്തറ്റിക്സിൻ്റെ കാലമാണ് അല്ലേ? ഈസ്തറ്റിക്സ് വേണമെങ്കിൽ ഈസ്തറ്റിക്സ് കൊടുക്കാം. അതേപോലെ നമുക്ക് എന്ത് വേണോ ഒരു എഫക്റ്റ് നമുക്കവിടെ ആഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ഒബ്ജക്ട്സ് അതിലുണ്ടെന്ന് നമുക്ക് കൊടുക്കാം. വുഡൻ ഹൗസ് ഉണ്ട്, ഒരു ഡോർവേ ഉണ്ട്, ഒരു സിമ്പിൾ ഏപ്രൺ ഉണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാം. So the prompt I have given is, the setting is 19th century England. Show Maggie, a weak and helpless young girl, lying on a simple bed in a poor old wooden room. She looks tired and sick, with simple worn clothes and untidy hair. Mrs. Thompson is sitting beside the bed, looking at Maggie with concern and care. The room is small and modest, with an old wooden bed, a simple blanket, and a small table, a cup of water, and few household objects. Soft evening lights enter through a small window. The scene should show the change in Mrs. Thompson's feeling from irritation to sympathy. Use warm, gentle lighting to create an atmosphere of compassion, tenderness, and hope. The setting, clothing, and objects should look appropriate to the 19th century. സോ ഇതാണ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ്. നമുക്കിനി ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കിയ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇമേജ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വയ്യാതെ കിടക്കുന്ന മാഗിയെ കാണാം, അവിടെ വെറി ചെയ്തിരിക്കുന്ന മിസ്സസ് തോംസണെ കാണാം, ആ വുഡൻ ഹൗസ് ഹോൾഡ് കാണാം, കപ്പ് കാണാം, ബെഡ് എങ്ങനെയാണ് സ്നോയി വൈറ്റ് ആയിട്ടുള്ള ബെഡ് കാണാം, വളരെ വോൺ ആയിട്ടുള്ള ക്ലോത്ത്സ് അല്ലേ, അത്രയും വൃത്തിയൊന്നും ഇല്ലാത്ത ക്ലോത്ത്സാണ്, അൺടൈഡി ആയിട്ടുള്ള ഹെയർ ആണ്. അങ്ങനെ വളരെയധികം പരിതാപകരമായ ഒരു 19th സെഞ്ച്വറി വീടും അതിനകത്തുള്ള മാഗിയും ആ വിൻഡോയിൽ കൂടെ വരുന്ന ലൈറ്റും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇനി ഈ ഒരു ഇൻസ്റ്റൻറ്റ് നിങ്ങൾ എടുക്കണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് എടുക്കാം, ഒരു മൊമെൻ്റ് എടുക്കാം, എന്നിട്ടൊരു പ്രോംപ്റ്റ് എഴുതാം, എന്നിട്ടൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ പോസ്റ്റ് ദാറ്റ് ഇൻ അവർ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും പോസ്റ്റ് ചെയ്യാം. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ നല്ല പിക്ചർ ഏതാണെന്നൊക്കെ ഞാൻ നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ബെസ്റ്റ് പിക്ചറൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ കഥയുടെ നിങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ് ഒരു പ്രോംപ്റ്റായിട്ട് എഴുതിയിട്ട് അതൊരു ഇമേജായിട്ട് ജനറേറ്റ് ചെയ്യുക. ഇതേ പ്രോംപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമേജ് ആക്കാൻ അറിയാം അല്ലേ? കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതിയിട്ട് അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ChatGPTയിലോ ജെമിനിയിലോ കൊടുത്താൽ അവർ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് യു ഷുഡ് പോസ്റ്റ് ദാറ്റ്. നിങ്ങളെല്ലാവരും അതെന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒരു പ്രിപ്പോസിഷൻ വീല് നമുക്ക് കാണാം അല്ലേ? എന്താണ് പ്രിപ്പോസിഷൻ വീല്? പ്രിപ്പോസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് പ്രിപ്പോസിഷൻ എന്താണെന്ന് പഠിക്കുന്നതാണല്ലോ ഗ്രാമറിൽ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പ്രിപ്പോസിഷൻ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളതിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും
പലർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഏരിയയാണ് പ്രിപ്പോസിഷൻസ്. ഇപ്പം നമുക്കൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരികയാണ് ഒരു സെൻറ്റൻസിൽ, ഒരു ബ്രാക്കറ്റിൽ ഇന്നും ഓഫും അറ്റും ഒക്കെ തന്നാൽ അവിടെ എന്താ വരിക എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അല്ലേ. ആൻഡ് ദ തിങ് ഈസ്, നമുക്കൊരിക്കലും ബൈ ഹാർട്ട് ഇത് പഠിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കാം. എവിടെ എങ്ങനെ വരും എന്നുള്ളത് ദർ ആർ മെനി റൂൾസ്. ആ റൂൾസ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു സെൻറ്റൻസിൽ ഇത് ഇന്നാണ്, ഇത് ഇന്നാണ്, ഇത് ഓണാണ്, അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് ബുക്സ് വായിക്കുമ്പോൾ, നമ്മൾ ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ കാറ്റഗറി ആയിട്ട് ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്, പ്ലേസിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്, ഡിറക്ഷനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് റീസൺസ് സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രിപ്പോസിഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. നിങ്ങളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എക്സാംസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും എഴുതാനും വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പോസിഷന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ എങ്ങനെയാണിത് ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ 1 നിന്ന് തുടങ്ങി 7 വരെയുള്ള ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിങ്ങളൊരു സ്റ്റോറി എഴുതണം. അതിലെ ഫസ്റ്റ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പൂരിപ്പിച്ച് എഴുതേണ്ടത്. സോ ഫൂഫി എന്ന് പറയുന്ന നമ്മളെ ലെസണിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവരിവിടെ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്താണ്, ടൈം കാണിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്തത് നോക്കൂ. അറ്റ്, ഓൺ, ഇൻ, ബിഫോർ, ആഫ്റ്റർ, ഫോർ, ഡ്യൂറിങ്, അൺടിൽ, ബൈ. ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ്. നമ്മുടെ സന്ദർഭത്തിന് ഏതാണോ ഉചിതം അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ബിഫോർ എന്ന് പറയുമ്പോഴും ആഫ്റ്റർ എന്ന് പറയുമ്പോഴും ഡ്യൂറിങ് എന്ന് പറയുമ്പോഴും അൺടിൽ എന്ന് പറയുമ്പോഴൊക്കെ നമുക്കറിയാം അതെന്താണ്, ടൈം തന്നെയാണ് അല്ലേ. അതുവരെ, അതിനിടയിൽ, അതിന് മുന്നേ, അതിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈമാണ്. ഈ അറ്റും ഓണും ഇന്നും ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് വരിക. അപ്പം ഈ അറ്റ് ചില സമയത്ത് പ്ലേസിൻ്റെ കൂടെയും വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെ സമയം മാത്രമാവും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പം നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇപ്പം നിങ്ങളൊക്കെ വലിയ കുട്ടികളായി അല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ബൈ ഹാർട്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പ്രിപ്പോസിഷൻസ് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്നും എങ്ങനെ എഴുതണമെന്നും കുറച്ചും കൂടെ മനസ്സിലാവും. അവിടെ കൊടുത്ത ഫസ്റ്റ് ലൈൻ എന്താണ്, ഡേയ്സ് ആഫ്റ്റർ ഫൂഫീസ് ഡെത്ത് ടവ് വാസ് ഓൺ ഹിസ് ലോൺലി ഈവനിങ് വാക്ക് സഡൻലി. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ 2 പ്രിപ്പോസിഷൻസ് ഉണ്ട്, ആഫ്റ്ററും ഓണും. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഫൂഫിയുടെ ഡെത്തിന് ശേഷം അല്ലേ, ഒരു സമയമാണ്. വാസ് ഓൺ ഹിസ് ലോൺലി ഈവനിങ് വാക്ക്, ആ ഒരു ഈവനിങ് വാക്കിൻ്റെ സമയം അല്ലേ, വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിലായിരുന്നു എന്ന് കാണിക്കാനാണ് അവിടെ ഓണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്ലേസസിനെ കാണിക്കാനും ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതാണ് അണ്ടർ, എബോവ്, നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീൻ, ഔട്ട്സൈഡ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ, ടൈമിൻ്റെ അത്ര കൺഫ്യൂസിങ് അല്ല. അപ്പം അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ, എബോവ് മുകളിൽ, നിയർ അടുത്ത്, ബിഹൈൻഡ് പുറകിൽ, ബിറ്റ്വീൻ അതിനിടയിൽ, ഔട്ട്സൈഡ് അതിൻ്റെ പുറത്ത് അല്ലേ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ പ്ലേസസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വഴിയിലെ, ടു, ടുവേർഡ്സ്, ഇൻ ടു, ത്രൂ, അലോങ്, അക്രോസ്. ഇതൊക്കെ എന്താണ്, ഒരു ഡയറക്ഷനെ കാണിക്കുന്നതാണ് അല്ലേ. ഐ എം വാക്കിംഗ് അക്രോസ് ദ റോഡ്, ഞാൻ റോഡിനെ കുറുകെ നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് അലോങ് വിത്ത് ഹിം, ഞാൻ അവൻ്റെ കൂടെയാണ് പോകുന്നത്. ആ ഡയറക്ഷനെ കാണിക്കാനാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മെറ്റീരിയൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രം, വിത്ത്, ഔട്ട് ഓഫ്, ഇൻ, ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെയും ഇന്നുണ്ട് ഇവിടെയും ഇന്നുണ്ട്, ഇതെന്താ 2 ഇന്ന് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ സന്ദർഭത്തിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പ്രിപ്പോസിഷൻസ് ആണ് റീസൺസ് അല്ലേ, ഒരു കാരണം കാണിക്കാൻ. ബിക്കോസ് ഓഫ്, ഫോർ, ഡ്യൂ ടു, താങ്ക്സ് ടു, ആസ് എ റിസൾട്ട് ഓഫ് എന്ന് പറഞ്ഞതൊക്കെയാണ് ഒരു റീസൺ, ഒരു കാരണം കാണിക്കാൻ വേണ്ടിയിട്ട്.
ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് ഹിം. ഞാൻ ഇവിടെ ഉള്ളതിൻ്റെ കാരണം അവനാണ്, അല്ലേ? നമ്മൾ അങ്ങനെ പറയും. ഡ്യൂ ടു ദ എക്സാം ഐ കെയിം ഹിയർ. എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. താങ്ക്സ് ടു ഓൾ ദ പീപ്പിൾ. എനിക്ക് ഇവിടെ എത്താൻ സഹായകമായ എല്ലാ പീപ്പിളിനും എന്താണ്? താങ്ക്സ്. അത് നമ്മളൊരു കാരണം പറയാനും എന്തുണ്ട്? റീസൺസ് യൂസ് ചെയ്യാറുണ്ട്. മീൻസ് എന്തൊക്കെയാണ്? വിത്ത്, ത്രൂ, വെയർ, ബൈ, ഓൺ, അല്ലേ? ഒരു വഴി കാണിക്കുന്ന പോലെ, അല്ലേ? എന്തിലൂടെ, ഇതിലൂടെയാണ്, ഇതുവഴിയാണ്. ഈ വയൊക്കെ നമുക്കറിയാം, ബസ്സിൻ്റെ ബോർഡിലൊക്കെ നമ്മൾ കാണുന്ന, അല്ലേ? കോഴിക്കോട് വയ മലപ്പുറം, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ഒരു വഴി കാണിക്കുന്ന സാധനമാണത്. ആൻഡ് മെഷേഴ്സ്, അളവ്, എന്തൊക്കെയാണ്? ബൈ, ഓഫ്, അറ്റ്, പെർ, വിത്ത്. ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? മെഷറിനെ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്താലോ? ഞാനിവിടെ ഒരു എക്സാമ്പിൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? Days after Fufi's death, Trevor was on his lonely evening walk. Suddenly he remembered his dear dog, Fufi. അത് നമുക്ക് അവിടെ കൊടുത്തതാണ്. ഇനി സെക്കൻഡ് നമുക്ക് എന്ത് എഴുതാം? പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഹി റീച്ച്ഡ് നിയർ. അവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ എന്താണ്? നിയർ ദ ഗേറ്റ് വെർ ഫൂഫി യൂസ് ടു സിറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ഹിം എവ്രി ഡേ. ഈ കഥയിലൊരു ഗേറ്റിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഫൂഫി എന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്? ഹി റീച്ച്ഡ് നിയർ. ആ ഗേറ്റിൻ്റെ അരികിലെത്തി, അടുത്തെത്തി. അപ്പോൾ അവിടുത്തെ പ്രിപ്പോസിഷൻ നിയർ ആണ്. Trevor walked towards the gate and called Fufi's name, hoping he would come running. ഇവിടെ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാണ്? ടുവേർഡ്സ്, അല്ലേ? Trevor walked towards the gate. ഗേറ്റിന് നേരെയായിട്ട് Trevor നടക്കുകയാണ്. എന്നിട്ട് ഫൂഫി ഇപ്പോൾ വരും എന്ന് ഹോപ്പ് ചെയ്തുകൊണ്ട് ഫൂഫീനെ എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ്. ഫോർത്ത് വൺ, ഹി ഫെൽറ്റ് സാഡ് ബിക്കോസ് ഫൂഫി വാസ് നോ ലോങ്ങർ ദർ ടു ഹിയർ ഹിം ആൻഡ് വാഗ് ഹിസ് ടെയിൽ. ഇവിടെ യൂസ് ചെയ്ത പ്രപ്പോസിഷൻ ഏതാണ്? ബിക്കോസ്, അല്ലേ? ഒരു റീസൺ. അവന് സങ്കടം വന്നു, അതിനുള്ള കാരണം, റീസൺ എന്താണ്? അവിടെ ഫൂഫി ഇല്ലായിരുന്നു. Trevor remembered how Fufi showed his love through his small faithful actions every day. അപ്പോൾ ഇവിടുത്തെ പ്രപ്പോസിഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോ? എന്താണ്? ത്രോ, അല്ലേ? Trevor ഓർക്കുകയാണ് എങ്ങനെയായിരുന്നു, എന്തിലൂടെ, അല്ലേ? മീൻസ് എന്തിലൂടെയാണ് ഫൂഫി എന്ത് ചെയ്തത്? അവരുടെ സ്നേഹം കാണിച്ചത്, അല്ലേ? ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ ലവ് ഷോ ചെയ്തത് എങ്ങനെയാണ്, ഇതിലൂടെയാണ് എന്ന് ഹീസ് റിമെമ്പറിങ്. ഹി സ്റ്റുഡ് ദർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് തിങ്കിങ് അബൌട്ട് ദ ലെസൺ ഫൂഫി ഹാഡ് ടോട്ട് ഹിം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്? ഫോർ, അല്ലേ? ഹി സ്റ്റുഡ് ദർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നേരം. എത്ര നേരമാണ്? അതൊരു മെഷറാണ്, അല്ലേ? കുറച്ച് നേരം എന്ന് പറയുമ്പോൾ കുറച്ചധികം സമയം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ്? ഫൂഫി എന്തൊക്കെ ലെസൺസാണ് അവനെ തോട്ട് ചെയ്തത് എന്നവൻ ചിന്തിക്കുകയാണ്. Trevor picked up a small piece of wood from the ground as a memory of his dear Fufi. And a മെറ്റീരിയലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? ഫ്രം ആണ്, അല്ലേ? എന്താണ്? ഒരു ഫൂഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് വുഡ് അവിടെ നിന്ന് എടുക്കുകയാണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. യു ക്യാൻ ചേഞ്ച് ദിസ് അക്കോർഡിംഗ് ടു യു. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിലാണ് ഈ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന്. എന്തായാലും പ്രപ്പോസിഷൻസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതോടുകൂടി നമ്മളെ യൂണിറ്റ് 1 എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ ഉള്ള എല്ലാ ലെസണിലെയും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ പ്ലേ ലിസ്റ്റ് വിസിറ്റ് ചെയ്യാം. അതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണോ അല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മളെ വീഡിയോസ് കാണുന്ന 99% ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.